നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ജനപ്രിയ തീരുമാനം സാമ്പത്തിക ആത്മഹത്യയാകുമോ? അധികാരത്തിലെത്തി ഒരു മാസം തികയും മുൻപ് തന്നെ സതീശൻ സർക്കാർ വാഗ്ദാനം പാലിച്ചു. മാസം 70 കോടി രൂപയുടെ വരുമാനം ഉപേക്ഷിച്ചാണ് KSRTC ഓർഡിനറി ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചത്. പ്രായമില്ല, വരുമാന പരിധിയില്ല, വേർതിരിവുകളില്ല. എന്നാൽ ചോദ്യം ഇതാണ്: ഇതിനകം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന KSRTCക്ക് ഈ ഭാരം താങ്ങാനാകുമോ? ജനക്ഷേമത്തിന്റെ പേരിൽ ഖജനാവ് കാലിയാക്കുകയാണോ സർക്കാർ? ഇന്ന് ഓർഡിനറി ബസ്സുകൾ, നാളെ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും അടക്കമുള്ള എല്ലാ സർവീസുകളിലേക്കും സൗജന്യ യാത്ര വ്യാപിപ്പിക്കുമോ? അങ്ങനെ വന്നാൽ ചെലവ് എത്രയാകും? അതിലും പ്രധാനമായി ടിക്കറ്റ് വരുമാനത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന സ്വകാര്യ ബസ് മേഖലയെ ഈ തീരുമാനം തകർക്കുമോ? സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ കയ്യടികൾ നേടുന്ന പദ്ധതിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വിത്തുകളാണോ? ജനപ്രിയതയ്ക്കും സാമ്പത്തിക യാഥാർത്ഥ്യത്തിനുമിടയിലെ ഈ പോരാട്ടമാണ് ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചരിത്രത്തിൽ ഇടം നേടുന്ന തീരുമാനമാണ് ഈ മാസം 15-ാം തീയതി മുതൽ നിലവിൽ വരുന്നത്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയായിരിക്കും 15-ാം തീയതി മുതൽ കിട്ടാൻ പോകുന്നത്. അതിനുശേഷം 100 ദിവസത്തെ പഠനവും ഉണ്ടാവും. മറ്റ് ബസ്സുകളിലും, മറ്റ് KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനയായിരിക്കും പിന്നീടുണ്ടാവുക. അതായത് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഇതിലെ ആദ്യ ഘട്ടമാണ് തിങ്കളാഴ്ച മുതൽ നടപ്പാക്കാൻ പോകുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിക്കവേ VD സതീശൻ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. KSRTCക്ക് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ആ നഷ്ടം സർക്കാർ നികത്തും എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇന്ന് പ്രൈം ഡിബേറ്റിൽ ഡോക്ടർ മേരി ജോർജ്, ശ്രീ MS വേണുഗോപാൽ, ശ്രീ MK ഹരിദാസ്, കോൺഗ്രസ് നേതാവ് ശ്രീ റെജിൻ S ഉണ്ണിത്താൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ മേരി ജോർജ്, എങ്ങനെ കാണുന്നു താങ്കൾ ഈ തീരുമാനത്തെ? എന്തായാലും ജനപ്രിയം എന്ന കാര്യത്തിൽ സംശയമില്ല, അതിനാൽ തന്നെ സ്വാഗതം ചെയ്യേണ്ട തീരുമാനമാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും പ്രിയദർശിനി എന്ന പേരിൽ വളരെ ജനപ്രിയമായ ഒരു നടപടി തന്നെയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച എന്താ പറയുക വൈറ്റ് പേപ്പർ, ആ വൈറ്റ് പേപ്പർ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു വൈറ്റ് പേപ്പർ തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ കടത്തെ കുറച്ച് കാണിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ വൈറ്റ് പേപ്പർ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമാണ് കേരളത്തിന്റെ ധനപ്രതിസന്ധി എന്ന് കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ആർക്കും പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയാൽ, ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് എല്ലാത്തരം യാത്രക്കാർക്കും അവസരമൊരുക്കുന്നത് എങ്കിൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് അത്ര അതീവ ഗുരുതരമായിരിക്കുകയില്ല. പക്ഷേ
പഠിച്ച് എല്ലാവരിലേക്കും ഇത് ആക്കി കൊടുക്കുക, എല്ലാവർക്കും ഈ സൗജന്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിരിക്കും. കാരണം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തില് ഒരു വർഷം KSRTC സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും നൽകുന്നതുകൊണ്ട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 4000 കോടി കടമുള്ളതായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇത് തുടങ്ങിയതോടുകൂടി 40% യാത്രയുടെ വർധനവ് പെർസെന്റേജ് വർധനവ് ഉണ്ടായിട്ടുണ്ട് KSRTCയുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ 4000 കോടിയുടെ നഷ്ടം അതുവരെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ് കർണാടക ട്രാൻസ്പോർട്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാവിധ ബസ്സുകളിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ അതീവ ഗുരുതരമായിരിക്കും അതിന്റെ ഭവിഷ്യത്ത്. കാരണം കർണാടക സംസ്ഥാനം ഒരു ഫിസ്ക്കൽ ക്രൈസിസ് ഉള്ള സംസ്ഥാനമായിരുന്നില്ല, ഇപ്പോഴും അല്ല. അതേ സമയത്ത് കേരളം അതീവ ഗുരുതരമായ ഫിസ്ക്കൽ ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ, അതായത് നേരെ നിൽക്കാൻ, തല നിവർത്തി പിടിച്ച് നിൽക്കാനുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ തന്നെ വളരെ കടുത്ത ധനസമാഹരണ മാർഗങ്ങള്, ചെലവ് ചുരുക്കൽ, അതുപോലെ തന്നെ മറ്റ് പല തെറ്റായ പ്രവണതകളും ഫിസ്ക്കൽ മേഖലയിലെ CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്ന തെറ്റായ പ്രവണതകൾ, വകമാറ്റല്, അതുപോലെ തന്നെ PR വർക്കിന് വേണ്ടിയുള്ള ചെലവ്, ഇങ്ങനെ നിരവധി കാര്യങ്ങള് CAG തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വേണ്ടെന്ന്, അത് അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും പണം ചെലവഴിക്കാതെ വളരെ കർശനമായ നിബന്ധനകളോടുകൂടി മാത്രം ചെലവഴിക്കുക. അതുപോലെ ധനസമാഹരണം, എവിടെയൊക്കെ നികുതി ചോർച്ചയുണ്ടോ ആ നികുതി ചോർച്ചകളൊക്കെ അടച്ച് വളരെ കാര്യക്ഷമമായ രീതിയിൽ നികുതി വരുമാന സമാഹരണം, നികുതിയേതര വരുമാന സമാഹരണം, അതുപോലെ തന്നെ കേന്ദ്രവുമായി ഏറ്റുമുട്ടാൻ പോകാതെ വളരെ കാര്യക്ഷമതയോടുകൂടി കേന്ദ്ര ഫണ്ട് പ്രയോജനപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്ന് വേണ്ടത് ചോദിച്ചു വാങ്ങുക. ഈ തരത്തിലൊക്കെ ശ്രമിക്കണം ഒരു വശത്ത്. എങ്കിൽ പോലും എല്ലാവർക്കും സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിലാണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അതിൽ നിബന്ധന വെക്കണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ട, അതിൽ തന്നെ വരുമാന പരിധിയും അതുപോലെ തന്നെ പ്രായം, അങ്ങനെ ഏതെങ്കിലും ഒരു ഘടകം വേണമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അതിൽ വരുമാന പരിധി വേണമെങ്കിൽ വെക്കാമായിരുന്നു അല്ലേ? അതല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റെന്തെങ്കിലും വ്യവസ്ഥ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സൗജന്യത്തിന് അർത്ഥമില്ലാതെയായി. ഇല്ല, വരുമാന പരിധി മാത്രമാണ് നമ്മളിവിടെ വളരെ പ്രധാനമായിട്ട്. പിന്നെയും വേണം വേറെ ചില പരിധികൾ എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട്, അതായത് ഇത് ഫ്രീ ട്രാവൽ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ട്രാവൽ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ, അതായത് നമുക്കറിയാം 50 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. അവരുടെ കൂട്ടത്തിൽ സ്ത്രീകള്, കുട്ടികള് ഒക്കെയുണ്ട്. അപ്പോ ഈ സൗകര്യം ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി വളരെ ഡിജിറ്റൈസ് ചെയ്ത് ഇത് ആധാർ കാർഡുമായിട്ട് അങ്ങനെ ഡിജിറ്റലായിട്ട് ലിങ്ക് ചെയ്ത് റേഷൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനെ മൊബൈൽ ആപ്പ് ഇതൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട്. അങ്ങനെ അതായത് പ്രായഭേദമന്യേ എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ ഒരു ഇൻകം കാറ്റഗറി, അതായത് ഇപ്പൊ ഗവൺമെന്റ് സർവീസിലാകട്ടെ, എയ്ഡഡ് സെക്ടറിലാകട്ടെ, മറ്റ് തരത്തിലുള്ള സേവനങ്ങളിലാകട്ടെ, എനിക്ക് തോന്നുന്നു 40,000 50,000 രൂപ പ്രതിമാസ ശമ്പളം, അതിന് താഴേക്കുള്ളവർക്ക് കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക, സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക, വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും കൊടുക്കുക. അതിന് മുകളിലേക്ക് ശമ്പളമുള്ളവർക്ക് ട്രാൻസ്പോർട്ട് ചാർജസ് വഹിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇപ്പൊ സ്വകാര്യ മേഖലയെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, സ്വകാര്യ മേഖല വലിയ അങ്കലാപ്പിലാണെന്ന്. അത് ശരിയാണ്, അവർ അങ്കലാപ്പിലായിരിക്കും. കാരണം ഇപ്പൊ കർണാടകത്തിൽ തന്നെ 40% വർധനവാണ് അവരുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതുപോലൊരു വർധനവ് കേരളത്തിലും പ്രതീക്ഷിക്കാം. ശരിയാണ്. അത് മാത്രമല്ല ഒരേ ചാർജ് ഏർപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ
ബസ് ചാർജ് കൂട്ടുമ്പോൾ ഒരേ ചാർജ് ഏർപ്പെടുത്തുന്ന ഒരു പതിവാണല്ലോ ഉള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രൈവറ്റ് ബസ് മേഖലയെ അത് ബുദ്ധിമുട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ താങ്കളിലേക്ക് വരാം. ശ്രീ റെജിൻ എസ് ഉണ്ണിത്താൻ, ഇതിപ്പോൾ എന്തായാലും എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള ഘടകമാണ്. അതുപോലെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ ചില വ്യവസ്ഥകൾ വെക്കാമായിരുന്നു. നോക്കൂ, ഇതിനകത്ത് നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് UDF അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ സ്ത്രീകൾക്ക്, വനിതകൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്ര ഉറപ്പുവരുത്തുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമ്മൾ കർണാടകയിലും തെലുങ്കാനയും പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്യാരണ്ടിയുമായി വരുന്നത്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ധവളപത്രം വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നത് ആരാണ്? സാധാരണക്കാരായ സ്ത്രീജനങ്ങളാണ്. അവർ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, വിദ്യാർത്ഥിനികൾ, അതുപോലെ വീട്ടുജോലിക്ക് വേണ്ടി പോകുന്നവർ, നിത്യവരുമാനത്തിന് വേണ്ടി പോകുന്നവർ, അങ്ങനെ ഈ KSRTC ബസ്സുകളെ ആശ്രയിക്കുന്ന കേരളത്തിലെ സ്ത്രീകൾ ആയ ആളുകൾക്ക്, അമ്മമാർക്ക്, അവർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ചേർത്തുനിർപ്പ്, ആ ചേർത്തുനിർത്താണ് ഇന്ന് മന്ത്രിസഭാ തീരുമാനത്തിലൂടെ വന്നത്. അത് ഉറപ്പായിട്ട് ഒരു UDF ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ UDF ഗവൺമെൻറ്റിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ. ആ ആഗ്രഹം നടപ്പിലാക്കുക എന്ന ഉത്തമ ബോധ്യത്തോട് പോകുന്ന ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാനേ സാധിക്കത്തുള്ളൂ. കാരണം ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അത് ചേർത്ത് നിർപ്പായിരിക്കണം. അത് സ്ത്രീജനങ്ങളെ മുഴുവനും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനകത്ത് പരിധിയും പരിമിതിയും ഇല്ലാതെ, അതായത് ഈ പറയുന്ന പോലെയുള്ള ആർക്കും എല്ലാവർക്കും യാത്ര ചെയ്യാം. അവർക്ക് BPL കാർഡോ APL കാർഡോ ഒന്നും മാനദണ്ഡമല്ല, പ്രായപരിധി മാനദണ്ഡമല്ല. എല്ലാ സ്ത്രീജനങ്ങൾക്കും തുല്യരായി തന്നെ KSRTC എന്ന് പറയുന്ന പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്ത് പോകാം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, മുമ്പ് ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇത് ജൂൺ 15 എന്ന് പറയുന്ന ദിവസമുണ്ടെങ്കിൽ ആ ദിവസത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന, അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനമായി ഗവൺമെൻറ് പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏതാണ്ട് 4700 ബസ് റൂട്ടുകളാണ് KSRTCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിലേതാണ്ട് 3000-ഓളം ബസ് റൂട്ടുകൾ ഓർഡിനറി സർവീസാണ്. ആ ഓർഡിനറി സർവീസിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ആദ്യഘട്ടം എന്ന രീതിയിൽ, ആദ്യഘട്ടം എന്ന് തന്നെ ഞാൻ അടിവരയിട്ട് തന്നെ പറയുകയാണ്, ആദ്യഘട്ടം എന്ന രീതിയിൽ ഈ എല്ലാ സ്ത്രീജനങ്ങൾക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് പിന്നെ ഒരു ദിവസം തന്നെ ഒരു ബസ്സിൽ തന്നെ, ഒരു KSRTC ബസ്സിൽ തന്നെ, ഓർഡിനറി ബസ്സിൽ തന്നെ ഏതാണ്ട് 700 തൊട്ട് 1000 പേര് വരെ യാത്ര ചെയ്യും എന്നാണ് ഏകദേശം ഒരു രൂപരേഖ അങ്ങനെയാണ്. ആ 700 തൊട്ട് 1000-ൽ പറയുന്നതിൽ പാതി എന്ന് പറയുന്നത് സ്ത്രീജനങ്ങളാണ്. അപ്പോൾ അത്രയും ആളുകളിലേക്ക് ഈ ഒരു സംവിധാനം, ഈ പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാണ്. ഇത് KSRTC ഒരിക്കലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. KSRTC കേരളത്തിൽ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സംരംഭത്തിൽ ഏതാണ്ട് 1500 കോടി രൂപയോളം ഇപ്പോൾ തന്നെ സർക്കാർ കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ പെൻഷനും ഈ പറയുന്ന രീതിയിലേക്കുള്ള ശമ്പളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി ഓരോ മാസവും 65 മുതൽ 70 കോടി രൂപ വരെ സർക്കാർ കൊടുക്കേണ്ടി വരും. KSRTCക്ക് അത്രയും നഷ്ടം, വരുമാന കുറവ് ഉണ്ടാകാൻ പോവുകയാണ്. അതെങ്ങനെ സർക്കാർ നികത്തും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് ആകെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം 800 കോടിക്ക് മുകളിൽ വരുമെന്നാണ് അല്ലെ? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ആ ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. 800 കോടിക്ക് മുകളിലേക്ക് വരും. ശ്രീ MK ഹരിദാസ്, താങ്കൾ എങ്ങനെ കാണുന്നു? അനുകൂലിക്കുകയാണോ ഇപ്പോൾ സർക്കാരിന്റെ ഈ തീരുമാനത്തെ? എന്തായാലും ഈ ഓർഡിനറി ബസ്സുകളിൽ ഈ പരിധി വെച്ചാലും അത് അത്ര കണ്ട് അത് ഗുണകരമാകുമോ, അങ്ങനെ ബാധിക്കുന്ന ഒന്നല്ല. കാരണം ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലും ഭൂരിഭാഗം സ്ത്രീകളും സാധാരണക്കാരാണ്. അപ്പോൾ ആ ഗുണം കിട്ടുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്നത് കുഴപ്പമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? ഈ വരവറിയാതെ ചെലവ് ചെയ്താൽ വൈശ്രവണനും കടക്കാരനാകുമെന്നൊരു ചൊല്ലുണ്ട് പുരാണത്തില്. ഈ സർക്കാർ ഇപ്പൊ ഈ ചെയ്തിട്ടുള്ളത് ആന മണ്ടത്തരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അധികാരം കൈയാളാൻ വേണ്ടിയിട്ട്
എന്ത് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയ്ക്ക് അങ്ങേയറ്റം സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വിചാരം തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതാണ്. ഇവര് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇവർ നൽകിയ വാഗ്ദാനമാണ് എന്ന് പറയുമ്പോൾ 5.03 ലക്ഷം കോടി രൂപ കേരളത്തിന് കടമുണ്ട് എന്നുള്ള ധവളപത്രം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടില്ല. ഇത്തരത്തിലൊരു ധവളപത്രം പുറത്തിറങ്ങിയ സംസ്ഥാനത്ത് നിന്ന് പ്രതിവർഷം 840 കോടി രൂപയോളം KSRTCക്ക് ഈ വിഷയത്തിൽ നൽകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൽ എന്ത് വർധനയാണ് ഈ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്? സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതിയല്ലേ, അതിനെ ഇങ്ങനെ തികച്ചും മണ്ടൻ തീരുമാനം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ? തീർച്ചയായിട്ടും ഇത് താഴേക്കടയിലുള്ള, അതായത് നമ്മൾ പറയില്ലേ വരുമാന പരിധിയിൽ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് മഞ്ജുഷ. ഇനിയിപ്പോ എന്തൊക്കെ എന്നെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനതിൽ ഉറച്ചു നിൽക്കും. ഈ തീരുമാനം വളരെയധികം മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കുക. ഈ KSRTCയിലെ മൊത്തം യാത്രക്കാരിൽ 55% സ്ത്രീകളാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ 55% സ്ത്രീകൾ ഇവിടെ ആവശ്യമില്ലാതെയും ആവശ്യമുണ്ടായിട്ടും യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ KSRTC ബസ്സിൽ വേറെ ആർക്ക് കയറാനാണ് സ്ഥലമുണ്ടാകുക? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? KSRTCയുടെ വരുമാനം കുത്തനെ കുറയും. ഇവിടെ മെലിഞ്ഞുണങ്ങി പോകുന്ന സ്വകാര്യ ബസ് സർവീസുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും? സ്ത്രീകള് ബസ് കാത്തു നിൽക്കും, KSRTC വരുന്നത് കാത്തു നിൽക്കും. മാത്രവുമല്ല, ഇതിന് കൃത്യമായിട്ട് ഇപ്പൊ പറയുന്നത് മലബാർ മേഖലയിലെ, അതായത് ഇവിടുന്ന് നമുക്ക് തെക്കൻ ജില്ലകളിലേക്കുള്ള അത്ര ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ മലബാർ ജില്ലകളിലില്ല, മലബാർ ഭാഗത്തില്ല. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഈ ആനുകൂല്യം പൂർണ്ണമായിട്ട് ഇന്ന് പറയുന്നത് കേട്ടു 66 ബസ്സുകളാണ് കാസർഗോഡ് ഈ ഓർഡിനറി ആയിട്ട് ഓടുന്നത്. അതുമാതിരി തന്നെ കണ്ണൂർ ഓടുന്നത് 178 ബസ്സുകളാണ്, വയനാട് ഓടുന്നത് 195 ബസ്സുകളൊക്കെയാണ്. അപ്പൊ ഈ കേരളത്തിന്റെ പാതി ഭാഗത്ത് ഈ ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുമ്പോൾ തന്നെ കേരളത്തിന്റെ പാതി ഭാഗത്ത് കിട്ടുന്നില്ല. അപ്പൊ എന്താണ് അടിസ്ഥാനപരമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മൾ പറയില്ലേ സൂക്ഷ്മമായി പരിശോധിച്ചെടുക്കാത്ത ഒരു തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഞ്ജുഷ, എനിക്ക് 1 മിനിറ്റ് സമയം തരണം. 4898 ബസ്സുകളാണ് KSRTCയിൽ. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസ് നേതാവ് പറഞ്ഞു 6000. അത് തെറ്റാണ്. 4898 ബസ്സുകളിലെ 888 ബസ്സുകൾ കട്ടപ്പുറത്തിരിക്കുന്നത് കാഴ്ച കാണാനല്ല, അതിന് ടയർ ഇല്ല, സ്പെയർ പാർട്സ് ഇല്ല, അതുമാതിരിയുള്ള അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് കട്ടപ്പുറത്തിരിക്കുന്നത്. ഇനി അടുത്തത് 178 കോടി രൂപയാണ് ഓയിൽ കമ്പനികൾക്ക് ഡീസൽ സപ്ലൈ ചെയ്ത വകയിൽ കൊടുക്കാനുള്ളത്. 28 കോടി രൂപ സ്പെയർ പാർട്സ് സപ്ലൈ ചെയ്ത കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. 36 കോടി രൂപ ടയർ കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. അതായത് തൊഴിലാളികളിൽ നിന്ന് കൃത്യമായി പിടിച്ചിട്ടുള്ള EPF അവർ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാതെ 19.6 കോടി രൂപയാണ് EPF ഇനത്തിൽ നൽകാനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം പെട്ടെന്ന് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അത് എത്രയും വേഗം നടപ്പാക്കേണ്ടത് UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആവശ്യമായിരിക്കാം. ഒരു കുത്തഴിഞ്ഞ ഭരണ സംവിധാനം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കുക എന്നത് രാഷ്ട്രീയ സത്യസന്ധത കൂടിയാണ്. സാധാരണ നമ്മൾ നടപ്പാക്കാത്തതിനെയാണ് വിമർശിക്കാറുള്ളത്. താങ്കൾ ഇപ്പോൾ നടപ്പാക്കിയതിനെ വിമർശിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയ സത്യസന്ധതയൊക്കെ വേണം മഞ്ജുഷേ. അത് സംസ്ഥാനത്തിന്റെ 10 വർഷം കൊണ്ട് ഒരു കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത മുച്ചൂടും മുടിച്ചിട്ടൊരു സർക്കാർ ഇറങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യം ജനങ്ങളോട് പറയുമ്പോൾ, ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ നിങ്ങൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ നൽകാം. ഇപ്പൊ തന്നെ ഇവിടെ ഒരു വഞ്ചനയാണ് നടന്നിരിക്കുന്നത്. KSRTCയിൽ നൽകാമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. ഒരു ഘട്ടമായിട്ടും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ പ്രത്യാഘാതം ഈ 70 കോടി രൂപയുടെ പ്രതിമാസ ഉള്ള ബാധ്യതയുടെ പ്രത്യാഘാതം പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലിമിറ്റഡ് സ്റ്റോപ്പിലും ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റൊന്നും ഇത് നടപ്പിലാക്കാൻ ഈ സർക്കാരിനാകില്ല മഞ്ജുഷേ. കാരണം ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി നോക്കൂ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 708 കോടിയാണ് കൊടുക്കാനുള്ളത്, കടം തീർക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുടിശ്ശികയില്ലാത്ത ഒരു മേഖലയും ഇല്ല. കുഷ്ഠരോഗികൾക്ക്, ക്ഷയരോഗികൾക്ക് പ്രതിമാസം നൽകാറുള്ള സാമ്പത്തിക സഹായം പോലും മാസങ്ങളുടെ കുടിശ്ശിക വരുത്തിയിട്ട് ഇറങ്ങിപ്പോയ സർക്കാരിന്റെ കാര്യത്തില് ഇതിനേക്കാൾ പ്രാധാന്യമായിട്ട് പലതും ചെയ്യാനുള്ളപ്പോ ഈ ഒരു കാര്യം വാഗ്ദാനം കൊടുത്ത സ്ഥിതിക്ക് അത് ചെയ്തതിനൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു.
അത് ആവശ്യമാണ്. പക്ഷെ അത് പരക്കെ എല്ലാ സ്ത്രീകൾക്കും കൂടി കൊടുത്തിട്ടുള്ളത് ഒരു മണ്ടത്തരമാണ് എന്ന് എനിക്ക് ശ്രീ എം പറയാം. കെ ഹരിദാസ്, ഞാൻ വേണുഗോപാൽ സാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മേരി ജോർജ്, താങ്കൾ ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനമായിട്ട് കാണുന്നുണ്ടോ ഇതിനെ? തീർച്ചയായിട്ടും ഒരു മണ്ടൻ തീരുമാനമായിട്ട് കാണുന്നില്ല. ഇതൊരു യഥാർത്ഥത്തിൽ വളരെ ശക്തമായ തീരുമാനമാകും. അത് ഈ ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ 19-ാം തീയതി ബജറ്റ് വരികയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ധനസമാഹരണം കണക്കിലെടുത്തിരിക്കുന്നത്, ആ ധനസമാഹരണ മാർഗം എങ്ങനെയൊക്കെയാണ്, അതുപോലെ ചെലവ് ചുരുക്കൽ, ഏതേത് മേഖലകളിൽ ചെലവ് ചുരുക്കും, അനാവശ്യ ചെലവുകൾ ചുരുക്കുമോ, ഇതൊക്കെ ആ ബജറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ബജറ്റ് നോക്കിക്കഴിഞ്ഞിട്ട് പറയാം ഈ പ്രോഗ്രാമുമായിട്ട് മുൻപോട്ട് പോകാൻ എങ്ങനെ കഴിയുമെന്ന്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഗവൺമെന്റ് തന്നെ ചില 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 മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ എനിക്ക് മഞ്ജുഷെ ഒരു സജഷൻ ഉണ്ട്. അത് എന്നോട് എന്റെ ഒരു സുഹൃത്ത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജോർജ് കുട്ടി എന്ന് പറഞ്ഞു, മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് നമുക്ക് എന്തുകൊണ്ട് ഒരു 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 ട്രാൻസ്പോർട്ട് ലോട്ടറി, അതായത് ഇപ്പൊ പ്രിയദർശിനി ലോട്ടറി എന്ന പേരിൽ ഒരു ലോട്ടറി കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ, അത് പക്ഷേ അതിൽ കൂടുതൽ പേർ ആ ലോട്ടറി എടുത്ത് കാരുണ്യ ലോട്ടറി പോലെ ഒരു സക്സസ്ഫുൾ ലോട്ടറി ആക്കി മാറ്റണമെങ്കിൽ അത് പാവപ്പെട്ടവർക്ക്, അതായത് BPLകാർക്ക് മാത്രമായിട്ട് ആ ലോട്ടറി മാറണം. എല്ലാവർക്കും ഫ്രീ ആയിട്ട് യാത്ര എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൊന്നും അത്തരം ലോട്ടറി എടുക്കില്ല. കാരുണ്യ ലോട്ടറി എടുക്കുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ പേർ? കാരണം അവർക്ക് പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മാർഗമാണ് അത് എന്നതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രിയദർശിനി ലോട്ടറി കൊണ്ടുവരാം ഗവൺമെന്റിന്. അത് BPLക്കാർക്കായിട്ടും അങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള വനിതകൾക്ക് മാത്രമായിട്ട് ഇതിനെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഒരു ലോട്ടറി ഇതിനെ നഷ്ടത്തിൽ ഓടിക്കുകയില്ല എന്ന് മാത്രവുമല്ല, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ എന്നേക്കുമായി ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായി അത് മാറിയെന്നിരിക്കും. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകിയതിനെ? ഈ പേര് പറഞ്ഞ പോലെ പ്രിയദർശിനി, അതിൽ ഈ പദ്ധതി പ്രിയകരമാണ്. പക്ഷെ ഈ ദർശനം അത്ര ശരിയായോ എന്ന് എനിക്ക് നേരത്തെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ സംശയമുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ ഫ്രീ ബീസും വെൽഫെയർ സ്കീംസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പല സർക്കാരുകളും കണക്കിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ സംഗതി എന്താണ്? അത് വെൽഫെയർ സ്കീമാണ്. അതായത് 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ വരുമാനത്തിന് താഴെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വെൽഫെയർ സ്കീമാണ്. അതേസമയം വഴിയെ പോകുന്നവർക്ക് എല്ലാം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഫ്രീ ബീസ് ആയി മാറും. ലോകത്ത് ഒരിടത്തും ഫ്രീ ബീസുകൾ ഗുണം ചെയ്തിട്ടില്ല. അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ശ്രീലങ്ക ഉൾപ്പെടെ, ലാറ്റിൻ അമേരിക്കൻ പല രാജ്യങ്ങളും ഉൾപ്പെടെ നമ്മൾ ഈ സംഗതി കണ്ടതാണ്. ഫ്രീ ബീസുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇവിടെ 1,00,000 രൂപ വരുമാനം, 1,00,000 രൂപയ്ക്ക് കൂടുതൽ വരുമാനം വാങ്ങുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ എംപ്ലോയി, അവർക്ക് ഫ്രീ ബീസ്. ദിവസം 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വരുമാനം കിട്ടുന്ന സ്ത്രീക്കും ഫ്രീ ബീസ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പൊ ഈ ഫ്രീ ബീസ് അല്ല നമ്മൾ വേണ്ടത്, ഇതിനെ വെൽഫെയർ സ്കീമാക്കി മാറ്റണം. ഈ ലണ്ടൻ, ഇത് പല രാജ്യങ്ങളിലും, ഇപ്പൊ ഓസ്ട്രേലിയയിലുണ്ട്, UK-യിലുണ്ട്, എല്ലായിടത്തും ഈ ബസ്സിനൊക്കെ കൺസെഷൻ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൺസെഷൻ ഉണ്ട്. ആ കൺസെഷൻ 50% കൺസെഷൻ കൊടുക്കും. അല്ലെങ്കിൽ സീനിയർ സിറ്റിസന്, അതായത് വെറ്ററാൻസിന് കൺസെഷൻ കൊടുക്കും, ഫുൾ കൺസെഷൻ കൊടുക്കും. 80 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഫ്രീ കൺസെഷൻ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇത് നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ഖജനാവ് എന്ത് ഖജനാവാണ്? പൂച്ച പെറ്റ് കിടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഖജനാവാണ്. പണ്ട് ഒരു മടിയൻ ജന്മിയുടെ മകൻ പറഞ്ഞ പോലെയാണ്, 10,000 പേരും ചക്കി കുത്തും അമ്മ വെക്കും ഞാനും ഉണ്ണുവന്ന്. പക്ഷെ ഈ ഖജനാവ് അങ്ങനെ പെറില്ല. ഈ ഖജനാവിൽ ഞാനും നിങ്ങളും കൊണ്ടിട്ടാലേ ഇതിനകത്ത് വല്ലതും ഉള്ളൂ. ഇവിടെ എവിടെ നിന്നിട്ട് കൊണ്ടിടാനാണ്? കഴിഞ്ഞ സർക്കാരും ഊറ്റിപ്പിഴിഞ്ഞ് നമ്മളെ എല്ലാത്തിന്റെയും നികുതിയുടെ മേൽ നികുതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എവിടുന്നാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്? വരുമാനം ഉണ്ടാക്കാൻ പദ്ധതികളുണ്ട്. ശ്രീ VD സതീശൻ അതിന് പ്ലാൻ ഉണ്ടെന്നും എനിക്കറിയാം. പക്ഷെ ആ പദ്ധതികൾ നടപ്പിലാക്കി വരണമെങ്കിൽ കാലഘട്ടം എടുക്കും. നമ്മുടെ പോർട്ടുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് ഇതാക്കുന്നതും, ഫിഷറീസ് കൊണ്ടിരുന്നതും, ടൂറിസം പദ്ധതി കൊണ്ടിരുന്നതും, പിന്നെ ഇവിടെ എയർ ഹബ് ആക്കുന്നതും ഒക്കെ ഉള്ള പദ്ധതികൾ നല്ല പദ്ധതികൾ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ മുതലാക്കിയിട്ട് ഇത് നടത്താൻ പറ്റുമോ? അപ്പൊ ഇത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പലയിടത്തും നടത്തിയെടുത്ത പ്രശ്നം എന്താ അറിയാമോ? നാടപ്പം പുറത്തെ ഭാഷ പറഞ്ഞാൽ ഈ പെണ്ണിന്റെ നേട്ടം ആണിന്റെ കോട്ടം എന്ന് പറഞ്ഞ പോലെയാണ്. തിരുവനന്തപുരത്ത്, ഡൽഹിയിൽ ഇത് നടപ്പിലാക്കി.
പുരുഷന്മാരുടെ ഫെയർ അല്ല, സ്ത്രീകൾക്ക് സൗജന്യമാണ്. അപ്പൊ ഫെയർ കൂട്ടിയപ്പോൾ ഇതെല്ലാം പുരുഷന്മാർ കൊടുക്കേണ്ടി വന്നു. അപ്പൊ അമ്മയ്ക്ക് കിട്ടുന്ന ആനുകൂല്യം അച്ഛൻ കൊടുക്കേണ്ടി വരുന്നു. വലതുപക്ഷം വലത് കൈ കൊണ്ട് തരുന്നത് നമ്മുടെ ഇടത് കൈ കൊണ്ട് തിരിച്ചു മേടിക്കുന്നു. അച്ഛന് അമ്മയ്ക്ക് കൊടുക്കുന്നു, പക്ഷെ അച്ഛൻ്റെ നിന്ന് മേടിക്കും. സഹോദരന് കൊടുക്കുന്നു, സഹോദരിക്ക് കൊടുക്കുന്നു, സഹോദരന്റെ നിന്ന് മേടിക്കും. മോക്ക് കൊടുക്കുന്നത് മോന്റെ നിന്ന് മേടിക്കും. ഇതേ പറ്റുള്ളൂ. ഖജനാവ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖജനാവ് പെറിയില്ല. പൂച്ച അതിനകത്ത് പറ്റി കിടക്കും, പക്ഷെ ഖജനാവ് ഒരിക്കലും പെറിയില്ല. ഖജനാവിൽ നമ്മൾ പെറുക്കി ഇട്ടാലേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാക്കണമെങ്കിൽ ആരാണ്? നമ്മൾ ഇപ്പൊ 800 കോടി വന്നാലും 8,000 കോടി വന്നാലും ഇത് ആരുടെ തലയിലാണ് വരുന്നത്? സാധാരണക്കാരന്റെ തലയിലാണ് വരുന്നത്. അവർക്ക് ടാക്സ് കൊടുത്ത് മുടിയേണ്ടി വരും. ഈ പദ്ധതികൾ എല്ലാം അങ്ങനെ ഗുണകരമല്ലാതാകുന്നത് അതുകൊണ്ടാണ് ഈ ഫ്രീ ബീസ് നിർത്തണം എന്ന് പറയുന്നത്. സുപ്രീം കോടതി പലതവണ വാൺ ചെയ്തിട്ടുണ്ട്. അവർ ക്ഷേമ പദ്ധതിയാണെങ്കിൽ നടപ്പിലാക്കണം, ക്ഷേമ പദ്ധതി എന്ന രീതിയിൽ നടപ്പിലാക്കണം. അതിനോട് താങ്കൾ യോജിക്കുകയാണ് അല്ലെ? അല്ല, അതിൽ മറ്റൊരു കാര്യമുണ്ട്. അതിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, മറ്റു ബസ്സുകൾ ഇതിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണല്ലോ അത് മാറ്റി വെച്ചിരിക്കുന്നത്. 100 ദിവസത്തെ പഠനവും ഇതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ ഒരു സാധനം കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇവിടെ പിള്ളേർക്ക് ഓർഡിനറിയിൽ തിരിച്ചെടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അടുത്ത ഘട്ടത്തിൽ മറ്റു ബസ്സുകളിലെ കാര്യമാണ്. മറ്റു ബസ്സുകളിൽ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ തന്നെ. എന്തിനാണ് നിങ്ങൾ 1 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആളിന്, ശമ്പളം വാങ്ങിക്കുന്ന ആളിന് സൗജന്യം കൊടുക്കുന്നത്? അത് 30,000 രൂപ വാങ്ങിക്കുന്ന ആളിനെ കൊടുക്കാവോ? അല്ലെങ്കിൽ 30,000 രൂപ വരുമാനം മാക്സിമം. അതുപോലും പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 രൂപ 20 രൂപ ടിക്കറ്റാണ് സാധാരണ ഈ നമ്മുടെ ലോക്കൽ യാത്രയ്ക്ക് വരുന്നത്. കൂടിപ്പോയാൽ 30-40 രൂപയുടെ ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടീച്ചർ പറഞ്ഞ പോലെ 1-2 സെഷൻ ഞാൻ പറയാം. ഒന്നുകിൽ ഈ ബസ്സിൽ ഒരു 5 റോ എങ്കിലും സിറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അതിന് ചാർജ് ചെയ്യാം, ഇരിക്കുന്നതിന് പൈസ, അങ്ങനെ കുറച്ച് ചാർജ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ലോട്ടറി, ടീച്ചർ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. ഈ ലോട്ടറി ബസ്സിൽ കയറുന്ന സ്ത്രീകൾ തന്നെ ഈ ലോട്ടറി എടുക്കണം. അതിൽ ഒരു വരുമാനം ഉള്ളവര് ആ ലോട്ടറി എടുത്തിട്ട് അത് ആദായമാക്കി. ഇത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്താൽ ഇവിടെ ലോട്ടറി കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ ലോട്ടറി നടത്തി ഈ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നതല്ലേ, ചൂതാട്ടവും ചാരായവുമാണ് നമ്മുടെ വരുമാനം. അപ്പൊ അതുകൊണ്ട് ലോട്ടറി അപകടമാണ്. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇത് വെൽഫെയർ സ്കീമാക്കി മാറ്റുക. ശരി, ഇവിടുത്തെ സജഷൻ വന്നിരിക്കുന്നത് വെൽഫെയർ സ്കീം, അതായത് ക്ഷേമ പദ്ധതിയായിട്ട് നടപ്പിലാക്കൂ, പക്ഷെ അതിനെ ഫ്രീബീസ് ആക്കി മാറ്റരുത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ വന്നിരിക്കുന്നത് ഫ്രീബീസ് ആണ്. ശ്രീ രജൻ, നോക്കൂ മഞ്ജുഷ്, ഇതിനകത്ത് ഹരിദാസ് സാർ ആദ്യം പറയുന്നുണ്ട് 6000 ബസ്സിൻ്റെ കഥ ഞാൻ പറഞ്ഞത്. 6000 ബസ്സിൻ്റെ കാര്യം പറഞ്ഞത് കേരളത്തിൽ ആകെ 6000 ബസ്സുകളുണ്ടെങ്കിലും 4700 ബസ് റൂട്ടുകളാണ് കേരളത്തിൽ നിലവിൽ KSRTC ഓടുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് അദ്ദേഹം എന്ത് കാര്യം കൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ മറ്റ് രണ്ടുപേരും ഉൾപ്പെടുത്താത്ത രീതിയിൽ ഈ ഒരു പദ്ധതിയെ, പ്രിയദർശിനി പദ്ധതിയെ എതിർക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എത്രത്തോളം നിഷ്പക്ഷനായാണ് ചർച്ചയിൽ സംസാരിക്കുന്നത് എന്നുപോലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കേണ്ട ആവശ്യകതയില്ലായിരുന്നു സാറേ. ഈ 14-ാം തീയതി, മെയ് മാസം 14-ാം തീയതി അതിന് മുമ്പ് ഈ പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ തെരുവോരങ്ങളിലും മഹിളാ മോർച്ച എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വനിതാ പാർട്ടി, എന്ന് വെച്ചാൽ ഒരു പോഷക സംഘടന, ഒരു പ്രധാന പാർട്ടിയുടെ പോഷക സംഘടന സമരവുമായി ഇറങ്ങി. അന്ന് സാറിനെ പോലെയുള്ളവരാരും ഇത് ശരിയല്ല, ഇതിങ്ങനെ ഒരു സമരം ഞങ്ങൾ നാട്ടിൽ നടത്തരുത്, ഈ പദ്ധതി ശരിയായ പദ്ധതിയല്ല, അതുകൊണ്ട് സർക്കാർ ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ പോലെയുള്ള ഞങ്ങളാരും കണ്ടില്ല സാറേ ഈ പറയുന്ന രീതിയിൽ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലൊന്നും. പക്ഷേ UDFന്റെ വാഗ്ദാനം അത് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ്. ആ പദ്ധതി നടപ്പിലാക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണല്ലോ ഈ പറയുന്ന ബസ്സുകൾ യാത്ര ചെയ്യുന്നത്. അവർക്ക് ഈ പറയുന്ന 10 രൂപയായാലും 20 രൂപയായാലും 40 രൂപയായാലും ഈ പൈസ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വലിയ കാശുകാരാവാൻ വേണ്ടി നിൽക്കുന്നവരൊന്നുമല്ല. അവർക്ക് കറണ്ട് ബില്ല് മുടങ്ങിക്കഴിഞ്ഞാൽ അത് അടയ്ക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന ഖജനാവിലേക്ക് വരുന്ന പൈസകൾ ഈ വിപണിയിൽ തന്നെ, കേരളത്തിൻ്റെ വിപണിയിൽ തന്നെ ചെലവാക്കുവാൻ വേണ്ടി നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ KSRTC ബസ്സുകളിലെ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തരുത് എന്ന് പറയുന്നതിൻ്റെ മാനുഷിക മൂല്യം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. മറ്റുള്ള രണ്ടുപേരും ഈ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയാണ് പറഞ്ഞത്, അത് അംഗീകരിച്ചു പോകുന്നുണ്ട്. ഇത് KSRTCയെ തകർക്കുന്ന പദ്ധതി. അദ്ദേഹം KSRTCയുടെ നഷ്ടങ്ങളുടെ കഥകളാണ് കൂടുതലായിട്ട് ഈ ചർച്ചയിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞുകൊണ്ടിരുന്നത്. KSRTC നഷ്ടത്തിലാണ് പോകുന്നത്, ശരിയാണ്.
KSRTC 6 മാസം കൊണ്ട് ലാഭത്തിലേക്ക് ആക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി KSRTCയുമായി ബന്ധപ്പെട്ടവരോട് പറയുകയും അത് അവർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. 6 മാസം കൊണ്ട് അങ്ങനെ ഒരു കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇത് KSRTCക്ക് നഷ്ടമുണ്ടാവുന്നതല്ലോ, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയല്ലേ. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നത് അത് സ്ത്രീകൾക്ക്, വനിതകൾക്ക് എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടി സർക്കാർ ഒരു ക്ഷേമ പദ്ധതിയുമായി വന്നിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന മുൻ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ 4-5 വർഷം മുമ്പ് ക്ഷേമ പദ്ധതിയുമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, 2000 ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് തൊട്ട് 2-3 ഒരാഴ്ച മുമ്പ് വന്നിട്ട്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വന്നിട്ട് ഞങ്ങൾ 400 രൂപ കൂട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ് അത് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് CPM നേതാക്കന്മാർ പോകുന്ന പോലെ ഒരു പാരമ്പര്യമോ പൈതൃകമോ ഉള്ള പ്രസ്ഥാനമല്ല കോൺഗ്രസ്, അങ്ങനെയുള്ള പ്രസ്ഥാനമല്ല UDF, അങ്ങനെയുള്ള അല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ്. ടീച്ചർ മേഡം പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ബജറ്റ് വരുമ്പോൾ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള കാര്യങ്ങൾ ആ ബജറ്റിലുണ്ടാവും, യാതൊരു സംശയവുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ ഈ പറയുന്ന ഇനിയുള്ള ഓർഡിനറി ബസ്സുകൾ കഴിഞ്ഞിട്ട് 2ാം ഘട്ടമായി മറ്റു ബസ്സുകളിലേക്ക് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഈ ഓർഡിനറി ബസ്സുകളിൽ ഈ പറയുന്ന രീതിയിലേക്ക് ആളുകൾ കയറുന്നത് എത്രത്തോളം ആളുകൾ ഇപ്പോൾ KSRTC നൽകിയ കണക്കാണ് നമുക്കുള്ളത്. അത് കഴിയുമ്പോൾ ഇപ്പോൾ എത്ര പേര് ഈ ആനുകൂല്യത്തിൽ ഈ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള കണക്കുകൾ വരും. ആ കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവും. ആ പഠനങ്ങളുടെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഗവൺമെന്റ് കേരളത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ മഞ്ജുഷേ, ഒറ്റ കാര്യം പറഞ്ഞ് പൂർത്തിയാക്കിയോട്ടെ. സാർ അസ്വസ്ഥപ്പെടേണ്ട, കേരളത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ആണുള്ളത്. അതിനൊരു മുഖ്യമന്ത്രിയുണ്ട്, ധനകാര്യം കൈകാര്യം ചെയ്യുവാൻ സാമർഥ്യമുള്ള മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് സാർ അസ്വസ്ഥപ്പെടേണ്ട, കേരളത്തിൽ ഒരു കുഴപ്പവും വരില്ല. ഈ പറയുന്ന സ്ത്രീജനങ്ങളെ ഈ പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടികളും ഒക്കെയായി മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. അതുമായി തന്നെ മുന്നോട്ട് പോകും. അത് എന്ന് മാത്രം അദ്ദേഹത്തിനോട് പറയാൻ. ഈ മണ്ടൻ തീരുമാനമെന്ന് താങ്കൾ പറഞ്ഞതാണ് ഇപ്പോൾ ശ്രീ റെജിൻ അതിന് മറുപടി നൽകിയത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സ്ത്രീകളെ സർക്കാർ വഞ്ചിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നത്, പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ അത് ഓർഡിനറിയിൽ മാത്രമാക്കി ചുരുക്കി എന്ന രീതിയിൽ സർക്കാരിനെതിരെ വിമർശനം വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് ചെയ്തേ പറ്റൂ, ബാധ്യസ്ഥരാണ് അവർ ചെയ്യുന്നതിന് വേണ്ടി, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓർഡിനറി ബസ്സിലും നടപ്പാക്കിയില്ലെങ്കിൽ എന്തായിരുന്നു ഇവിടെ ഫലം? സർക്കാരിനെതിരെ ഇപ്പോൾ സമരം തുടങ്ങിയാണ് ഇവിടെ. നോക്കൂ, ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടിക്കൊടുത്തതിനെ കുറിച്ചിട്ടുള്ള ദിവസം മഞ്ജുഷ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമാണ്, അത് കൂട്ടിക്കൊടുത്തത് തീർച്ചയായിട്ടും വേണ്ടതാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇവിടെ ശ്രീ റെജിൻ, ഞാൻ മഹിളാ മോർച്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല, ഞാൻ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയല്ല, ഞാൻ കോൺഗ്രസിന്റെയും പ്രതിനിധിയല്ല. ഞാൻ സാധാരണക്കാരായ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരു 10% ജനങ്ങളുണ്ട്. അവരാണ് നിങ്ങൾക്ക് ഈ വോട്ട് തന്നിട്ട് ഇപ്പൊ ഈ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് ഞാൻ സംസാരിക്കുന്നത്. അന്ന് മഹിളാ മോർച്ചക്കാർ തെരുവിലിറങ്ങിയപ്പോ എന്നെ വിളിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുകയാണ് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഞാനിത് പറയുമായിരുന്നു. എന്തെന്ന്, ഇത് അനാവശ്യമായ ഒരു തീരുമാനമാണ്, എല്ലാ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര കൊടുക്കേണ്ട ആവശ്യമില്ല, പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും തീർച്ചയായിട്ടും സൗജന്യ യാത്ര കൊടുക്കണം എന്ന് പറയാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അത് കിട്ടിയ ഒരു അവസരത്തില് ഞാൻ പറയുന്നത് ഇതാണ്, ഈ തീരുമാനം തീർച്ചയായിട്ടും പുനഃപരിശോധിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയ്ക്ക് UDF സർക്കാരിനെ ഇത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാനതിന് തെറ്റൊന്നും പറയുന്നില്ല, തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയെങ്കിൽ അത് നല്ലത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതാണ് പ്രശ്നം. അതായത് കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും കൂടി യാത്ര ചെയ്യുമ്പോൾ 2 വർഷത്തിനകം, ഇപ്പൊ ശ്രീ റെജിന് ഒരു കാര്യം പറയാൻ പറ്റുമോ, 2 വർഷത്തിനുള്ളിൽ ഇവിടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കില്ല, ഞങ്ങൾ ഉറപ്പ് പറയും. താങ്കൾക്ക് പറയാൻ പറ്റിയിട്ടല്ല, ഞങ്ങളുടെ സർക്കാർ വർദ്ധിപ്പിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ നിലയ്ക്ക് ഡീസൽ വിലയും ഇന്ധന ചാർജും ഒക്കെ വർദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് അത്തരത്തിലൊരു തീരുമാനം പറയുക? അപ്പൊ 2 വർഷത്തിനുള്ളിൽ ഇവിടെ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു കുടുംബത്തിൽ നിന്ന് പുരുഷനും സ്ത്രീയും യാത്ര ചെയ്യുമ്പോൾ സ്ത്രീക്ക് സൗജന്യം, പുരുഷനിൽ നിന്ന് ആ പൈസ പിടിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ വരുന്നത്. പിന്നെ താങ്കൾ ഇത്രയധികം വാചാലനായി 2 രൂപ
പെട്രോളിന് ഇന്ധന സെസ് കൂട്ടിയപ്പോ ഇവിടെ അങ്ങേയറ്റം പ്രതിഷേധമുയർത്തിയവരാണ് ഈ കോൺഗ്രസ്സുകാര്. എന്നിട്ട് ഇപ്പൊ അധികാരത്തിൽ കയറിയിട്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ കയറി ഇനി പാലും തേനും ഒഴുകുന്നു എന്ന് മാത്രമേ താങ്കൾ പറയാത്തുള്ളൂ. എന്തേ ആ 2 രൂപ പിൻവലിക്കാൻ തയ്യാറാവാഞ്ഞത് വി ഡി സതീശൻ? ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് പറയാമെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോ നമ്മൾ ഈ പറയുന്ന പ്രവൃത്തികളിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ആ 2 രൂപ പിൻവലിക്കുക. കാരണം അത്രയേറെ എന്റെ കൂടെ 6 ചർച്ചകളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുത്തിട്ട് ഈ 2 രൂപ ഇന്ധന സെസ് കൂടിയതിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട്. എന്തേ ആ 2 രൂപ കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കാതെ എടുത്തു ചാടി ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്ര പെട്ടെന്ന് തീരുമാനമെടുത്തത്? ആ 2 രൂപ കുറച്ചുവെങ്കിൽ എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാകുമായിരുന്നു ജനങ്ങൾക്ക്? ഈ ഇത്രയും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇന്ധന സെസ്സിൽ 2 രൂപയുടെ കുറവ് കിട്ടിയാൽ അത് വലിയൊരു കാര്യമായിരുന്നില്ലേ? അപ്പൊ മഞ്ജുഷ, ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ വർത്തമാനത്തിൽ പറഞ്ഞത് തന്നെയാണ്. KSRTC ബസ്സിലെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെയ്തിരിക്കുന്നത് ഒന്നാം തരം വഞ്ചനയാണ് ഈ ഓർഡിനറി ബസ്സുകളിലായിട്ട് ചുരുക്കിയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, കാരണം അതെങ്കിലും ചെയ്തൂലോ എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. പക്ഷെ റെജിൻ പറഞ്ഞതുമാതിരി എവിടുന്നൊക്കെയോ പൈസ കൊണ്ടുവരും, എവിടുന്നും കൊണ്ടുവരാൻ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നിടത്ത് നിന്ന് എല്ലാം കടം വാങ്ങിയിട്ട് സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിപ്പിച്ചിട്ട് പൂച്ച പെറ്റുകിടക്കുന്ന ഒരു ഖജനാവ് വി ഡി സതീശന് കൈമാറിക്കൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പോയത് എന്നുള്ളൊരു ബോധം ഇനി എടുക്കുന്ന ഇത്തരത്തിലുള്ള മണ്ടത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ടെങ്കിലും ഭരിക്കാൻ ശ്രദ്ധിക്കാം എന്നല്ലാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ്, അതായത് അന്ധമായിട്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അധികാരം ഞങ്ങളിലേക്ക് പതിച്ചു തന്ന ജനങ്ങൾക്ക് ഞങ്ങൾ വാരിക്കോരി കൊടുക്കും. കൊടുക്കട്ടെ സുഹൃത്തെ, ഒരു 25 കിലോ അരി 2 രൂപയ്ക്ക് ഇനിയും ഇപ്പൊ 25 കിലോ അല്ലേ ഉള്ളൂ, 25 കിലോ അരി കൂടി റേഷൻ കട വഴി പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ. ഞാൻ അതിനെ എതിർക്കില്ല, കാരണം അത് ആവശ്യമാണ്, സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുമ്പോ 5 അക്ക ശമ്പളം വാങ്ങുന്ന 30,000 ഒക്കെ വിടൂ, 15,000 മേൽ ശമ്പളം വാങ്ങുന്ന ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യുമ്പോൾ 10-20 രൂപ യാത്രാ ചെലവ് വരുന്നത് ഇവിടെ കുറച്ചു കൊടുക്കേണ്ട ആവശ്യം നിലനിൽക്കാത്ത ഒരു സാഹചര്യം ഉള്ളിടത്തോളം കാലം ഇത് പരിമിതപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ അത് ഇപ്പൊ പരിമിതപ്പെടുത്തരുത്. ഇപ്പൊ പരിമിതപ്പെടുത്തിയ ജനം ചൂലെടുക്കും. ഇലക്ഷന് മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനം പറയണമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായും, ബാക്കിയുള്ളവർക്ക് 50% കൺസെഷനും, അതുപോലെ തന്നെ വികലാംഗർക്ക് പൂർണ്ണമായിട്ട് ഇതൊക്കെ സമ്മതിക്കാമെന്നല്ലാതെ കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും, ഇപ്പോഴും വികലാംഗരുടെ കാര്യം പറഞ്ഞിട്ടില്ല മഞ്ജുഷേ, വികലാംഗർക്ക് തീർച്ചയായിട്ടും ഈ ആനുകൂല്യം കിട്ടേണ്ടതാണ്, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനും പറയാനും ഉണ്ട് എന്നിരിക്കെ ഇത്തരം ഒരു തീരുമാനമെടുത്തതിനെ പൂർണ്ണമായിട്ട് യോജിക്കാൻ എനിക്കാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ 1% പോലും യോജിക്കുന്നില്ലല്ലോ. ഡോക്ടർ മേരി ജോർജ്, അങ്ങനെ കണ്ണടച്ചെടുക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ ശ്രീ MK ഹരിദാസ് ചെയ്തതുപോലെ? പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അത് ഒരു പോയിന്റ് എന്നുള്ളത്, ഇനിയിപ്പോൾ പ്രൈവറ്റ് ബസ് ഉടമകൾ സമരത്തിലേക്ക് പോകും, അപ്പോൾ ബസ് ചാർജ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെ ഈ പറയുന്ന ബസ് ചാർജ് വർധനവിന്റെ ഭാരം വന്നു ചേരും. അവിടെ ഒരേ സമയം സൗജന്യവും മറുവശത്ത് ചാർജ് കൂട്ടലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ആ രീതിയിൽ ഞാൻ ഇതിനെ ഒരു കാരണവശാലും വിമർശിക്കുന്നില്ല, ഞാൻ ഇതിനെ 100% സപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഭാഗികമായിട്ട് അംഗീകരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാല്, ഇങ്ങനെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും, അതായത് അവരുടെ ഇൻകം സ്റ്റേറ്റസ് നോക്കാതെ സൗജന്യ യാത്ര കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളിടത്ത് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു 50,000 രൂപ പ്രതിമാസ ശമ്പളം കിട്ടുന്നവര്, അങ്ങനെയുള്ള വനിതകൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഈ സൗജന്യത്തിന്റെ ആവശ്യമില്ല. അവരെ അവോയ്ഡ് ചെയ്തതുകൊണ്ട് ഒരു മനുഷ്യരും ഒരു സമൂഹവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേരെ പാഞ്ഞെടുക്കില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോ അങ്ങനെ വരാത്ത, അതായത് അങ്ങനെ വരാൻ പറ്റാത്ത ഒരു അതൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട് ശ്രീമതി മേരി ജോർജ്, അതൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ ഈ വ്യവസ്ഥ വെച്ചിരുന്നില്ല. അതൊരു വിമർശനമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതാണോ സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ എല്ലാ സ്ത്രീകൾക്കും എന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ നിർബന്ധിതരാക്കിയത്? മഞ്ജുഷേ, ഈ പ്രകടന പത്രിക ഇറക്കുന്നതിന് മുൻപ് തന്നെ
ഞങ്ങളെപ്പോലെ എന്നെ പോലെയുള്ളവരെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇതുപോലെ ഫ്രീ ബി ഡിക്ലെയർ ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല. അത് ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും മിസ്റ്റർ വി ഡി സതീശൻ ഇവിടെ മുഖ്യമന്ത്രിയായി വരുമായിരുന്നു. കാരണം അത്തരം ഒരു അന്തരീക്ഷമാണ് LDF ഗവൺമെന്റ് കേരളത്തിൽ സൃഷ്ടിച്ചിരുന്നത്. ധനപ്രതിസന്ധിയുടെ അങ്ങേയറ്റം, അതുപോലെ നിരവധി, നമുക്കറിയാമല്ലോ, ഇപ്പൊ തുഫാൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെയൊക്കെ ഇമ്പാക്ട് നമുക്കറിയാം. അതായത് കൊച്ചു കുട്ടികളെ പോലും നമുക്ക് സ്കൂളിലേക്ക് ധൈര്യമായിട്ട് അയക്കാൻ പറ്റില്ല, അവര് പുഷേഴ്സിന്റെ കയ്യിലാകുമോ എന്ന ഭയം കൊണ്ട്. അപ്പൊ അങ്ങനെ നിരവധി, അതായത് 50 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നു. അതിൽ നല്ല ഒരു ഭാഗത്തിന്റെ കയ്യിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കോ സ്വന്തം യൂസിനോ ഒക്കെ കാണും. അങ്ങനെ എന്തെല്ലാം അതിക്രമങ്ങൾ, ഒരു ഗുണ്ടാ ലോകമായി കേരളം മാറിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് LDFിലെ ആൾക്കാർ പോലും UDFന് വോട്ട് ചെയ്ത് ഭരണത്തിൽ കയറ്റിയത്. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രീ ബി, നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ സുപ്രീം കോടതി ജസ്റ്റിസ്, അദ്ദേഹം റിട്ടയർ ചെയ്തു, ജസ്റ്റിസ് തന്നെ പറഞ്ഞിരുന്നു ഫ്രീ ബീസ് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. കാരണം ഇഷ്ടം പോലെ ഫ്രീ ബി കിട്ടുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജോലി ചെയ്യണം എന്ന ചിന്ത പൗരജനങ്ങളിൽ ഉണ്ടാകുമെന്ന്. പക്ഷെ അദ്ദേഹം അതെപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? അതായത് ബീഹാറിൽ 10,000 രൂപ വീതം ഇലക്ഷന് മുൻപ് ഓരോ സ്ത്രീക്കും കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്ത സമയത്ത് കോടതിയിൽ പോയപ്പോൾ ആ കോടതിയിലെ അപ്പോഴാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയത്. അപ്പോൾ ഈ ഫ്രീ ബി തീർച്ചയായിട്ടും നല്ലതല്ല. പക്ഷേ ഇതിന്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് പാവപ്പെട്ട വനിതകൾക്ക്, അതായത് BPL പെട്ട വനിതകൾ, അതുപോലെ വെള്ളക്കാർഡുള്ളവരാണെങ്കിൽ പോലും അതിലും സാമ്പത്തികമായി വളരെ താഴെ നിൽക്കുന്നവരും പല കാരണങ്ങൾ കൊണ്ടും വെള്ളക്കാർഡ്, റേഷൻ കാർഡിന് ഉടമകളാകാറുണ്ട്. അത്തരക്കാർക്കൊക്കെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് വരുന്ന സാമ്പത്തിക ക്ലേശം ഇല്ലാതെയാക്കി KSRTCയെ മാന്യമായ രീതിയിൽ ലാഭത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞ പ്രിയദർശിനി ലോട്ടറി സിസ്റ്റം കൊണ്ടുവരാൻ ഞാനല്ല, എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്കിവിടെ വേറെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി നവകൃപ ജ്ഞാന തപസ്സി, അദ്ദേഹം ഇതുപോലെ ഒരുപാട് നിർദ്ദേശങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതും APL വിഭാഗങ്ങൾക്ക് കാർഡ് നോക്കി മാത്രം കൊടുക്കുക, അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കി. BPLന് പൂർണ്ണമായി കൊടുക്കുക. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഓരോന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനിത് താങ്കൾക്ക് ഫോർവേഡ് ചെയ്തു തരാം അദ്ദേഹത്തിന്റെ മെസ്സേജ്. എന്തായാലും ഇത് സാധാരണക്കാർക്ക് ഗുണകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാതൊരു സംശയമല്ല. തന്നെയല്ല, സ്ത്രീകൾ, ഒരുപാട് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, ബസ് ചാർജ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. കാരണം സ്കൂളിൽ ചെന്നാൽ അവർക്ക് കഞ്ഞി കിട്ടും, പക്ഷെ ബസ് ചാർജ് ആര് കൊടുക്കും? അതുപോലെ സ്ത്രീകൾ, നേരത്തെ എന്റെ സുഹൃത്ത് BJP സുഹൃത്ത് പറഞ്ഞതുപോലെ വീട്ടുജോലിക്ക് പോകുന്നവരുണ്ട്, മറ്റേ ഈ തൊഴിലുറപ്പ്, അതെ, അങ്ങനെ ഓരോ തരത്തിലുള്ള സ്ത്രീകൾക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യും. ഞാൻ പറയുന്നത് APLല് ഈ 50,000-ത്തിലധികം ശമ്പളം മേടിക്കുന്നവരെ അവോയ്ഡ് ചെയ്യണമെന്ന് മാത്രമാണ് പറയുന്നത്. 50,000 എന്നുള്ളത് എന്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് ഗവൺമെന്റിന് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ മഞ്ജുഷ, അതും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ COP 29, 20, 30 ഒക്കെ കടന്നല്ലോ. അപ്പോ ആഗോള താപനില, അതിനെപ്പറ്റി കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് അതായത് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ ഫോളോ ചെയ്യുന്ന നയം. അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീകൾക്കും യാത്ര സൗജന്യമാക്കുക എന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കൂടുതൽ കോൺസെൻട്രേഷൻ, കൂടുതൽ പേർ യാത്ര ചെയ്യും. അങ്ങനെ ആഗോള താപനിലയുടെ കണ്ടീഷൻസ് കേരളത്തെ സംബന്ധിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ അത് വളരെ അതായത് ഒരു ലേഡി മാത്രമാണ് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ഓഫീസിൽ പോകുന്നതെങ്കിലും സ്വന്തമായിട്ട് കാർ ഓടിച്ചാവും പോവുക. അതുപോലെ തന്നെ എല്ലാതരം, അപ്പൊ ഈ APL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമാണ് ബസ്സിലെ യാത്ര, എല്ലാതരം ബസ്സിലെയും എന്ന് വന്നാലുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ പറയപ്പെട്ട ആഗോള താപനിലയിൽ
നമുക്ക് നമ്മുടെ സെന്റിഗ്രേഡ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. എല്ലാ രാജ്യങ്ങളിലും സ്ത്രീക്കും പുരുഷനും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ശരി ഡോക്ടർ മേരി ജോർജ്. ശ്രീ MS വേണുഗോപാൽ, ഇത് ഈ പഠനം നടത്തുന്ന സമയത്തേക്ക് ഇതിനൊരു കൂളിംഗ് പീരീഡ് കൊടുത്തുകൂടെ? ഈ വിമർശനം ഇത്രമാത്രം ഉന്നയിക്കുന്നതിന് മുൻപ് ഈ പഠനം നടത്തട്ടെ, എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ അതിലെ നഷ്ടക്കണക്കുകൾ വ്യക്തമാകുമല്ലോ. ഈ പഠന സമയത്ത് പ്രശ്നം എന്താ അറിയാമോ? ഇനി നിർത്താൻ സമ്മതിക്കില്ലെന്നേ. നമ്മുടെ നാട് അങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ തന്നെ ഫാസ്റ്റ് ബസ്സിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ബഹളം തുടങ്ങാൻ പോകണമെന്നല്ലേ പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊരു സൗജന്യം കൊടുത്തു പോയാൽ നിർത്തിയാൽ ഇവിടെ തലകുത്തി മറിക്കും. പ്രത്യേകിച്ച് സമരം ചെയ്യാൻ അറിയാവുന്ന ഒത്തിരി പേര് അപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ചുമ്മാ സമരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് വലിയ ന്യൂസൻസ് ആയിട്ട് മാറും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മള് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താ വന്നിരിക്കുന്നത്? ഫ്രീ ബീസ് നിർത്തണം, വെൽഫെയർ സ്കീംസ് ആക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞ മുഴുവൻ പേരും പറയുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ടീച്ചർ പറഞ്ഞതിന്റെ പൊരുളും അത് തന്നെയാണ്. 30,000 ഈ 50,000 ആക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം 50,000 വരുമാനമുള്ള പലരും ഇതിലൊന്നും യാത്ര ചെയ്യാറില്ല. അവരൊക്കെ അധികവും യാത്ര ചെയ്യുന്നത് സ്വന്തം കാറോ സ്കൂട്ടറോ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ 30,000 20,000 രൂപയ്ക്ക് താഴെയുള്ള വരുമാനക്കാർക്കായിട്ട് സൗജന്യം കൊടുക്കുക. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞത് ശരിയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതിനാണ് വിദേശ രാഷ്ട്രങ്ങളിൽ 50% സബ്സിഡി കൊടുക്കുന്നത്. എല്ലാവർക്കും 50% ബെനിഫിറ്റ് കൊടുക്കുക. ആ ബെനിഫിറ്റ് അത് ശരിയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറെ പേര് ഈ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോകും. പക്ഷെ അതിനും വേറെ പ്രശ്നമുണ്ടെന്നേ. ഇന്നത്തെ കേരള KSRTC കൂടെ കയറി ആരെങ്കിലും ഓഫീസിൽ പോകാന്ന് വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഗുസ്തി പിടിച്ചിട്ട് ചെല്ലുന്ന പോലത്തെ അവസ്ഥയല്ലേ? നമുക്ക് ഇരുന്ന് പോകാനുള്ള, മാന്യമായിട്ട് ഇരുന്ന് പോകാനുള്ള ഒരു സീറ്റെങ്കിലും കിട്ടുന്ന ഉറപ്പ് വരുന്ന വാഹനങ്ങൾ വേണ്ടേ? അപ്പൊ KSRTC അതിനാണ് ശ്രമിക്കേണ്ടത്. കേരള സർക്കാർ അതിനാണ് ശ്രമിക്കേണ്ടത്. മെച്ചപ്പെട്ട വാഹനങ്ങൾ, അതിൽ മെച്ചപ്പെട്ട സേവനം, ആൾക്കാർക്ക് ഉന്തും തള്ളും ഉണ്ടാക്കാതെ ഗുസ്തി പിടിക്കാതെ അതിനകത്ത് കയറി ഇരുന്ന് മാന്യമായിട്ട് ഓഫീസിൽ പോകാൻ, ഒരു ഓട്ടോറിക്ഷ കയറുന്ന ആ രീതിയിലെങ്കിലും ഒരു ബസ്സിൽ കയറി ഓഫീസിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ? അവിടെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം. പബ്ലിക് ട്രാൻസ്പോർട്ട് എൻകറേജ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ പടി വേണ്ടത്. ഇനി വേണമെങ്കിൽ AC ബസ്സുകൾ ഏർപ്പെടുത്തിക്കോ, അതിന് വലിയ തുക വേണമെങ്കിൽ മേടിച്ചോ. അപ്പൊ അത് ചിലപ്പോൾ ഈ കൺസെഷനിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഏറ്റവും അത്യാവശ്യം അതാണ്. സിറ്റ് ഓൺലി ബസ്സുകൾ കുറെ അങ്ങ് ഇറക്കുക. സിറ്റ് ഓൺലി ബസ്സുകളാണെങ്കിൽ അതിന് ഡബിളോ ട്രിപ്പിളോ ചാർജ് ചെയ്തോട്ടെ. ഓട്ടോറിക്ഷയിൽ പോകുന്നതിന് എത്രയായിരുന്നു വാങ്ങിക്കുന്നത്? ഒരു ബസ്സിന്റെ 10 രൂപ ടിക്കറ്റിന്റെ സ്ഥലത്ത് പോകുമ്പോൾ മിക്കവാറും 100 രൂപയല്ലേ വാങ്ങിക്കുന്നത്. അപ്പൊ അതിന് പകരം 30 രൂപ 40 രൂപ ആയിക്കോട്ടെ. അപ്പൊ അത് കൊടുക്കാൻ ആൾ തയ്യാറാവും. പക്ഷെ അവർക്ക് ഇരുന്ന് പോകാൻ പറ്റണം. ഇടിച്ച് കയറി തലകുത്തി മറിഞ്ഞ് ഓഫീസിൽ ചെന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ ചെന്ന് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ കംഫർട്ടബിൾ ആയ ബസ്സുകൾ കൊടുക്കുക, അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, കൃത്യസമയത്ത് ബസ്സുകൾ പോവുക. ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകാൻ ബസ്സിന് കയറി നിൽക്കുമ്പോൾ 10 മണിക്ക് വരാനുള്ള ബസ് 11 മണിക്ക്, അല്ല 9 മണിക്ക് വരാനുള്ള ബസ് 10 മണിക്ക് വന്നാൽ എനിക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ 11 മണിയാവില്ലേ? അപ്പൊ ബസ്സിന്റെ കൃത്യത, സമയകൃത്യത പാലിക്കുക. അത് ആ റൂട്ടിൽ ആ സമയത്ത് വണ്ടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതിങ്ങനെയാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ ചെയ്യുന്നത്. കൃത്യമായ വാഹനങ്ങൾ, നല്ല ഹൈ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ, എന്നിട്ട് അതില് ഗ്രേഡ് തിരിച്ച്, ഇപ്പൊ വെറ്ററാൻ ഒരു രീതി, സീനിയർ സിറ്റിസന് വേറൊരു സ്ലാബ്, അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേറൊരു പ്രത്യേകത, കുട്ടികൾക്ക് വേറൊരു പ്രത്യേകത, ഇങ്ങനെയൊക്കെയുള്ള സ്ലാബുകൾ തിരിച്ച് അവർക്ക് കൺസെഷൻ കൊടുക്കുക. ഫ്രീ ബീസ് കൊടുക്കുകയും ചെയ്ത്. കാരണം സൗജന്യമായി കഴിഞ്ഞാൽ നമ്മുടെ ആളുടെ ഒരു രീതി, നമ്മുടെ നില ലോകത്തിന്റെ രീതി അതാണ്. റഷ്യയിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നേക്കും മിക്കവാറും. കാരണം എന്തുകൊണ്ട് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും സൂപ്പർ ഫാസ്റ്റിലും ഒന്നും ഈ കൺസെഷൻ ഇല്ല, ഈ സൗജന്യ യാത്ര ഇല്ല എന്നുള്ള ചോദ്യം ഇപ്പോഴേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം ശ്രമകരമായിരിക്കും. ഇപ്പോൾ ഹരിദാസ് ഇവിടെ പറയുന്നത് അടുത്ത ഘട്ടം നടക്കില്ല എന്നാണ്. ഒരിക്കലല്ല മഞ്ജുഷ്, ഇത് നമ്മൾ ആദ്യ ഘട്ടം എന്ന രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളിൽ എല്ലാവർക്കും സൗജന്യ യാത്ര എന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടം ഉറപ്പായിട്ടും ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് പറഞ്ഞ, UDF പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന രീതിയിലേക്ക് രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ബാംഗ്ലൂർ, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെയൊക്കെ ഈ പറയുന്ന KSRTC ബസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബസ്സുകളിലെല്ലാം ഈ സ്ത്രീജനങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യുവാൻ, ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ, ആരും അത് മിസ്യൂസ് ചെയ്യുന്നില്ല. ആരെങ്കിലും ഇപ്പോൾ ഈ യാത്ര സൗജന്യമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ വനിതകൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് അത് മിസ്യൂസ് ചെയ്ത് പോകും. ആവശ്യക്കാരാണല്ലോ കേരളത്തിലെ സ്ത്രീജനങ്ങൾ, വനിതകൾ എന്ന് പറയുന്ന സാധാരണക്കാരായ ആളുകളാണല്ലോ ഈ ഓർഡിനറി ബസ്സുകളെയും ഈ പൊതുഗതാഗതത്തെയൊക്കെ ആശ്രയിക്കുന്നത്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, ഹോസ്പിറ്റലിൽ പോകുവാൻ, അവർക്ക് അവരുടെ സ്കൂളുകളിൽ പോകുവാൻ, കോളേജുകളിൽ പോകുവാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി സ്ത്രീജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകത ഒരു സർക്കാരിനില്ലേ? ഒരു പ്രതിബദ്ധതയില്ലേ?
ആ പ്രതിബദ്ധത നിറവേറ്റുന്ന സർക്കാരിൻ്റെ ആ തീരുമാനത്തെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ ഇതുവരെയുള്ള കേരള ചരിത്രത്തിൽ പോലും ഇല്ലാത്ത ഒരു തീരുമാനം എടുക്കുവാൻ മുന്നോട്ട് വന്നൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടുന്നത്? ആ ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ച് മുന്നോട്ട് പോകണം. കാരണം നമുക്ക് നമ്മുടെ നാടിലെ വനിതകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഒരു ഗവൺമെൻറ് നിർണായകപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനവുമായി ബന്ധപ്പെട്ടൊരു പാർട്ടി, കോൺഗ്രസ് പോലെ ഒരു പാർട്ടി മാനിഫെസ്റ്റോയുമായി മുന്നോട്ട് വരുന്നു, UDF സംവിധാനം മുന്നോട്ട് വരുന്നു. ആ മാനിഫെസ്റ്റോയെ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ആ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് വലിയ വിജയത്തിലേക്ക് കോൺഗ്രസ് UDF മുന്നോട്ട് വരുന്നു. അതുമാത്രമല്ല, LDFിൻ്റെ ഭരണപരാജയങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഈ ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതലായി പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു വലിയ തീരുമാനം, ഒരു ചരിത്ര തീരുമാനം, ആ ചരിത്ര തീരുമാനത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്ന മന്ത്രിസഭാ തീരുമാനം തുടക്കമായിരിക്കുന്നതാണ്. ആ തീരുമാനം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആഹ്ലാദിക്കുവാനുള്ള ഇതുമായി, ആശ്വസിക്കുവാനുള്ള ഇതുമായി കേരളത്തിലെ സ്ത്രീജനങ്ങളും വനിതകളും ഒക്കെ നിറഞ്ഞ മനസ്സോടുകൂടി അതിനെ സ്വാഗതം ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് വെളിയിലേക്ക് ഇറങ്ങിയ ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾക്കറിയാമല്ലോ, ആളുകളുടെ അഭിപ്രായങ്ങൾ, വിദ്യാർത്ഥികളുടെയും ഈ പറയുന്ന സാധാരണക്കാരുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ. സാധാരണക്കാരാണ് KSRTCയെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ കൂടിയിരിക്കുന്ന സഹപാനലിസ്റ്റുകൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, ചർച്ച കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ളവരെല്ലാം ഇത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലിലൂടെ നമ്മൾ പോവുകയാണ്. അവിടെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അതൊരു വലിയ സൗകര്യമല്ലേ? ശരിയാണ്. ആളുകൾ ഇതിനെ എന്തായാലും പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ചെയ്യുകയുള്ളൂ. പിന്നെ അതിനെ വലിയ സാമ്പത്തിക തലത്തിലൊക്കെ നോക്കിക്കാണുന്ന അതിസൂക്ഷ്മമായി വിലയിരുത്തുമ്പോഴാണ് ഈ എതിർപ്പ് വരുന്നത്. ഈ ചർച്ചയിൽ എന്നെ MK ഹരിദാസിനെ ഒരു വില്ലനാക്കിയിട്ട് കാണണ്ട മഞ്ജുഷേ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചർച്ചയിൽ അതായത് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇപ്പോൾ ഇവിടെ മേരി ടീച്ചർ പറഞ്ഞതും അതുമാതിരി തന്നെ മറ്റേ പാനലിസ്റ്റ് പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ്. ഞാൻ പറയുന്നത് ഒന്നാണ്. അതായത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ സ്ത്രീകൾക്കും അർഹതപ്പെട്ട ഒരു ആനുകൂല്യമാക്കി മാറ്റിയതിനെയാണ് എതിർക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൽ വികലാംഗരെ കൂടി ഉൾപ്പെടുത്തണമായിരുന്നു ഈ സൗജന്യത്തിൽ. പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത്. മണ്ടൻ തീരുമാനമാണ്. തീർച്ചയായിട്ടും അത് എന്താ സംശയം? കേരളത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ ഈ ആനുകൂല്യം കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 70 കോടി രൂപ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ തന്നെ പെൻഷനും ശമ്പളത്തിനും വേണ്ടിയിട്ട് 100 കോടി രൂപ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്കള് ഈ മറ്റേ ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അതായത് KSRTCയെ എത്രയും വേഗം സ്വകാര്യവൽക്കരിക്കാനുള്ള റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് അതില്. എന്തുകൊണ്ടാണത്? ഒരു കാരണവശാലും ഒരു സർക്കാർ ഭരിച്ചു കഴിഞ്ഞാലും അതിനെ നേരെയാക്കാനോ അതിന്റെ നഷ്ടം നികത്താനോ അതിനെ ഒരു നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാനോ സാധിക്കാത്ത വിധം അങ്ങേയറ്റം അടിത്തറ തകർന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ഇപ്പൊ നമ്മൾ രണ്ടാളും ഇനി എന്താണ് കാണുക എന്നറിയില്ല. മറ്റൊരു ചർച്ചയിൽ 2 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും KSRTC ക്ഷേമ പദ്ധതിയല്ലേ സാറേ? KSRTC ആണ് നടപ്പിലാക്കുന്നെങ്കിലും ഇത് സർക്കാരിന്റെ ഒരു ക്ഷേമ പദ്ധതിയല്ലേ? ആ ക്ഷേമ പദ്ധതി വനിതകൾക്ക് കേരളത്തിലെ ആളുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് സാറേ മണ്ടൻ തീരുമാനമാവുന്നത്? അത് എങ്ങനെയാണ് മണ്ടൻ തീരുമാനമാകുന്നത്? സാർ പറയുന്നതിനെ എതിർക്കുന്നതിന് പ്രധാന കാരണം സാർ ആദ്യം മുതൽ അവസാനം വരെയും പറയുന്ന ഒരൊറ്റ വാദമാണ് ഇത് മണ്ടൻ തീരുമാനം. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ തീരുമാനത്തെ മണ്ടൻ തീരുമാനം എന്ന് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? 2 രൂപ ഇന്ധന സെസ് കൂടിയത് മണ്ടൻ തീരുമാനമാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ എന്റെ കൂടെ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അധികാരത്തിൽ ഇന്ധന സെസിന്റെ കാര്യമല്ല, കേരളത്തിലെ വനിതകൾക്ക് ഇത്രയും വലിയ 80% ന്യൂസ് 18 തന്നെ പറയുന്ന തീരുമാന സർവേ പ്രകാരം 80% ആളുകൾ അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്ന തീരുമാനം മണ്ടൻ തീരുമാനമാണെന്ന് പറയുമ്പോൾ സാർ കേരളത്തിലെ വനിതകളെ, സ്ത്രീജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത്? കേരളത്തിലെ വനിതകൾ നേരിടുന്നത് KSRTC ബസ്സിലെ സൗജന്യ പ്രശ്നം മാത്രമാണോ? അല്ല, എല്ലാ പ്രശ്നങ്ങളും ഒരേ സമയത്ത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ, ഒന്നിച്ച് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. MK ഹരിദാസ്, എല്ലാ പ്രശ്നങ്ങളും അല്ലല്ലോ സാർ. ഈ തീരുമാനം പ്രകടന പത്രികയിൽ എത്ര ഈ കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശുപത്രിയിൽ പോകുന്ന രോഗികളായിട്ടുള്ള വനിതകൾ,
സ്വന്തം ഓഫീസുകളിൽ പോകുന്നവർ, അവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ എന്താണ് സാർ ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? പൊതുസമൂഹത്തിനോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വലിയ തീരുമാനം, ഒരു വലിയ ചരിത്രത്തെ സാർ ഇത്ര വില കുറച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ സാർ ആദ്യം മുതൽ അതിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് വില കുറച്ച് കാണിക്കുന്നതിനെ പറ്റി സാർ എവിടെ നിന്നും പിന്നെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്നതെന്ന് പോലും സാറിനോട് ചോദിക്കേണ്ടി വരിക. കാരണം കേരളത്തിലെ എല്ലാ സമയത്തും അദ്ദേഹം വിമർശനാത്മകമായി സംസാരിക്കാറുള്ളൂ ശ്രീ റെജിൻ. അതെ, ഈ അച്ചാരം വാങ്ങി എന്നുള്ള പ്രയോഗം വേണം. അതെ റെജിൻ, KSRTCയിലെ സൗജന്യ യാത്ര മാത്രമാണ് കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്നത് എന്നുള്ളൊരു ബോധം UDF സർക്കാരിനുണ്ടെങ്കിൽ അതും ആനമണ്ടത്തരമാണ്. അല്ല, അത് മാത്രമല്ലല്ലോ, അങ്ങനെ ഒരു തീരുമാനമൊന്നും അല്ല. അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, എല്ലാ പ്രശ്നങ്ങളും ഒരേ സമയത്ത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടർ മേരി ജോർജ് എന്താണ്? പരിഹരിക്കാൻ പറ്റില്ല. അല്ല, ഇദ്ദേഹം പറഞ്ഞത് എന്നോട് എന്താണ്, ഈ ഒരു തീരുമാനം കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്, അത് തെറ്റായിട്ടുള്ള തീരുമാനമാണ്, അത് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടാണത്, ഒരു സംശയവുമില്ല. സ്ത്രീകളെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഖ്യ രീതി അവരുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോ അങ്ങനെയാണ് പ്രിയദർശിനി പദ്ധതി വഴിയായിട്ട് അവരുടെ മൊബിലിറ്റിയാണ് വർദ്ധിപ്പിക്കുന്നത്, എളുപ്പമാക്കുന്നത്, കോസ്റ്റ് കുറച്ചു കൊടുക്കുന്നത്. അങ്ങനെ തന്നെ കൂടുതൽ വനിതകൾ പെൺകുട്ടികൾ സ്കൂളിൽ പോകും, കൂടുതൽ വനിതകൾ ജോലിക്ക് പോകും. ആ തരത്തില് അവരെ എക്കണോമിക്കലായിട്ടും എംപവർ ചെയ്യാനുള്ള ഒന്നാന്തരം ഒരു മാർഗമാണ് ഇത്. പക്ഷെ ഇത് എങ്ങനെ ഫീസിബിൾ ആയിട്ട് ധനപ്രതിസന്ധി വർദ്ധിപ്പിക്കാതെ മുൻപോട്ട് കൊണ്ടുപോകാനും സക്സസ്ഫുൾ ആക്കാനും പറ്റും എന്നതാണ് ഗവൺമെന്റ് ആലോചിച്ച് പരിപാടികൾ തയ്യാറാക്കേണ്ടത്. ശരി, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നല്ല തീരുമാനമോ? നല്ല തീരുമാനമാണെന്ന് 73% പ്രേക്ഷകർ, അല്ല എന്ന് 24%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.